നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. നാടും നഗരവും ഓണലഹരിയിൽ. നാളെ ഉത്രാടം. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് തുടക്കം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ വൻ പ്രതിഷേധം. റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഡിവൈഎഫ്ഐ ഉപരോധിച്ചു. സംഘർഷത്തിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യം വിറ്റ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് കൊട്ടിയം പോലീസ്. യുവാവിനെതിരെ പോക്സോ കേസ് അടക്കം കുറ്റങ്ങൾ. ചോരക്കളമായി റോഡുകൾ. കണ്ണൂർ പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 മരണം. കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കിയിലെ ഡാമുകളിലെ ജലനിരപ്പ് കൂടി. പുഴകളിലെ നീരൊഴുക്കിൽ വർധനവ്. തമിഴകത്ത് വൻ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് വിജയ് സർക്കാർ. 2.5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് വർഷത്തിൽ 3 സൗജന്യ LPG സിലിണ്ടറുകൾ. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ഇനി സൗജന്യ ബസ് യാത്ര. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര കൂടുതൽ സർവീസുകളിലേക്ക്. വീണ്ടും സമരമുഖത്തേക്ക് CJP. തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ. കടുത്ത സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച് ഇറാനെ വരിഞ്ഞുമുറുക്കാൻ അമേരിക്ക. ഇറാന്റെ എല്ലാ സാമ്പത്തിക വഴികളും അടയ്ക്കുമെന്ന് പ്രഖ്യാപനം. ഹോർമുസിൽ ടോൾ പിരിക്കാനുള്ള കരട് നിയമത്തിന് അംഗീകാരം നൽകി ഇറാൻ. സമാധാന ചർച്ചകൾക്കായി പാക് സൈനിക മേധാവി അസിം മുനീർ. നാളെ ഉത്രാടം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ. കതിർ ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ. കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി. കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. നാടും നഗരവും ഓണലഹരിയിലാണ്. പൊന്നോണത്തെ വരവറിയിച്ച് നാളെയാണ് ഉത്രാടം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇന്ന് വൈകിട്ട് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ടൂറിസം വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്രകാരൻ കുഞ്ചാക്കോ ബോബനായിരിക്കും വിശിഷ്ടാതിഥി. ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകും. ഓണത്തോടനുബന്ധിച്ച് പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ശേഷം 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. നാളെ ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. മൊരിഞ്ഞ ഉപ്പേരി, വരട്ടിയെടുത്ത ശർക്കര, ഈ വിഭവങ്ങൾക്ക് തിരുവോണം അരികിലെത്തിയതോടെ ആവശ്യക്കാർ ഏറുകയാണ്. ഒപ്പം വിലയും. വെളിച്ചെണ്ണയുടെയും ഏത്തക്കയുടെയും വില കുതിച്ചു കയറിയതാണ് ഉപ്പേരി വിപണിയിലും പ്രതിഫലിച്ചത്. കിലോയ്ക്ക് 560 രൂപ നിരക്കിലാണ് വിൽപ്പന പൊടിപിടിക്കുന്നത്. തിരുവോണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂവിപണിക്ക് ഒപ്പം സജീവമായിരിക്കുന്ന മറ്റൊരു വിപണി കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തിരക്കാണ് ഈ കടകളിലൊക്കെ. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ. ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരിൽ കാണാനുള്ള ഒരു അവസരം കൂടിയാണിത്.
ഇത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ ഉപ്പേരിക്കൊപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ശർക്കര പുരട്ടി, അത് വലിയ ഉരുളിക്കുള്ളിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കായിട്ട് വഴറ്റിയ ശർക്കരയിൽ അത് വഴറ്റിയെടുക്കുകയാണ്. ആ സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ നിന്നാൽ ആർക്കും അതെടുത്ത് കഴിക്കാൻ തോന്നും, അത്രയും മനോഹരമാണ് ആ കാഴ്ച. ഇങ്ങനെ വലിയൊരു പ്രോസസ്സിനൊടുവിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഈ ശർക്കര പുരട്ടി. നമ്മുടെ സദ്യ ഇലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വിളമ്പുന്ന രണ്ടിനങ്ങളാണ് ഉപ്പേരിയും ശർക്കര പുരട്ടിയും. ആ ശർക്കര പുരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിധത്തിലാണ്. സമാനമായ തരത്തിൽ ഉപ്പേരിയുമുണ്ട്. ഈ ശർക്കര പുരട്ടിക്കാണ് തോന്നുന്നു ആയാസം കൂടുതൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനുവേണ്ടി കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുത്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം. നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം. ഈ ഉപ്പേരി ഉണ്ടാക്കുന്നേക്കാളും തിരക്കുണ്ടാകുന്ന ഇതിനാണല്ലേ ഈ ശ്രമകരം? ഉപ്പേരിയാണ് ഏറ്റവും പാട് ഉണ്ടാക്കുന്നത്. ഇത് എത്ര കിലോ കാണും ഇപ്പൊ? ഇതിപ്പോ 30 കിലോത്തുണ്ട്. 30 കിലോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ വറുത്തെടുക്കും അല്ലേ? ആദ്യം വറുത്തെടുത്ത് പിന്നെ തണുത്ത ശേഷം ശർക്കര പാവ് വച്ച് ആ പാവിനെടുത്ത് ചുക്കൊക്കെ ഇട്ട് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാകാൻ പോകും. ഇതിന്റെ അകത്ത് എല്ലാം മറ്റേ എല്ലാം ഇട്ടാകുമ്പോ എല്ലാം ഇട്ട് കുരുമുളക് എല്ലാം ഇട്ട്. ഓക്കെ ചേട്ടാ, ഈ ഓണം എങ്ങനെയുണ്ട്? അടിപൊളി ഓണം. തിരക്ക് എല്ലാ വർഷത്തെ പോലെ അതിനെക്കാട്ട് കൂടുതലാണ് കൂടുതലാണല്ലേ? കൂടുതൽ. അതെ അതെ. ഇത് നമ്മൾ ഈ കായ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ മണക്കാട് ചെന്നു. അതെ അതെ. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ വില? എങ്ങനെയാണ് ഈ തവണ? 140 രൂപ ഒരു കിലോ ശർക്കര സർക്കാർ ചിപ്സോ എല്ലാം ഒരേ. വെളിച്ചെണ്ണയിലും ഉള്ളി വെളിച്ചെണ്ണ മാത്രമേ കുമാർ വെളിച്ചെണ്ണ ചിപ്സിൽ മാത്രമാണ് ചെയ്യണത്, ഉണ്ടാക്കണത്. വില കൂടുതലാണോ ഇത്തവണ? കഴിഞ്ഞ വില കൂടുതലാണ്. അതാണ് വില കൂട്ടിയത്. ഞങ്ങളായിട്ട് കൂട്ടിയതല്ല. കായ്ക്ക് കുഴപ്പമില്ല. അത് ഓണം എല്ലാം കൊല്ലം നടക്കുന്നുണ്ട്. ഈ കൊല്ലം കുറച്ച് കൂടുതലേ നടക്കുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതിനി എത്ര നേരം എടുക്കും? ഒരു 10 മിനിറ്റ് ഈ പൊടി തൂറ്റി ഈ ചുക്ക് കിടുമ്പം അതിപ്പോ സെറ്റാവും. അപ്പോൾ ഇത് മനോഹരമായിട്ട് ഉണ്ടാക്കിയാണ്. ചുക്കും മറ്റ് ചില ഔഷധക്കൂട്ടൊക്കെ ഇട്ട് ഒരുമിച്ച് പൊടിച്ചുണ്ടാക്കിയ ഏലക്കയൊക്കെ. അതെ അതെ, ചുക്ക, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ പൊടിച്ചിട്ട് ആ ശർക്കര പാനിക്ക് മുകളിൽ വറുത്ത വാഴക്കയുടെ മുകളിലേക്ക് അത് ഇടുകയാണ്. അങ്ങനെ അത് വറുത്ത് 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ സ്വാദിഷ്ടമായ ചക്കര പുരട്ടി എന്ന് നമ്മൾ പരമ്പരാഗതമായി വിശേഷിപ്പിക്കുന്ന ചക്കര പുരട്ടി റെഡിയാകും. ഈ 2 ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം ഈ ശർക്കര പുരട്ടി ഉണ്ടാക്കുന്നതിനും വേണ്ടി വാഴക്കുല, അത് വലിയ വാഴക്കുലകൾ ഒരുമിച്ചെത്തിച്ച് അത് പ്രോസസ് ചെയ്യുന്ന നടപടി അത് മറ്റൊരു സൈഡിൽ പുരോഗമിക്കുകയാണ്. ഇങ്ങനെയുള്ള കടകളിൽ ഏറ്റവും തിരക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഓണക്കാലം. ഞാൻ ഈ കട നമ്മൾ ഇതുവഴി യാത്ര സാധാരണയായി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കടയാണ്. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇങ്ങനെ ചിപ്സും എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിപ്സും ഉണ്ടാക്കാൻ പോവാണ്. എനിക്കൊരു 2 ചിപ്സ് തരുമോ? ഓക്കെ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലുള്ള ചിപ്സാണ്, വളരെ രുചികരമായ ചിപ്സ്. അതോടൊപ്പം ഉണ്ണിയപ്പമുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഇത് കഴിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ രുചി മനസ്സിലാകത്തുള്ളൂ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സിന് കുറച്ചുകൂടെ കൗതുകമാണ്. അപ്പൊ അതുപോലെ ശർക്കര പുരട്ടിയും കൂടെ കഴിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. പക്ഷേ അത് 10 മിനിറ്റ് കൂടെ എടുക്കും ആകാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് ഉണ്ണിയപ്പം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ട്രേഡ് മാർക്ക് ഐറ്റം. ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേറെ ഉള്ള ഒരു വിഭവം ഉണ്ണിയപ്പം തന്നെയാണ്. ഉണ്ണിയപ്പം അതുപോലെ തന്നെ സുന്ദരമാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നതും അത് കഴിക്കുന്നതൊക്കെ അതിനേക്കാൾ രുചികരം. അപ്പോൾ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേറുന്ന, പ്രത്യേകിച്ച് സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത 2 വിഭവങ്ങളാണ് ഉപ്പേരിയും ശർക്കര പുരട്ടിയും. അത് ഉണ്ടാക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അവിടെ. ഈ 2 ദിവസം നമുക്ക് ഏറ്റവും തിരക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ പരമാവധി എത്ര വാഴക്കുല വരെ ഇതിനു വേണ്ടിയിട്ട് ഇത് പ്രോസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം കൂടെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഒരു ദിവസം നമ്മൾ എത്ര കൊല പരമാവധി ഉപയോഗിക്കും? 1000 കിലോ ഒക്കെ അടുപ്പിച്ച് തരും. 1000 കിലോ. അപ്പൊ നിങ്ങൾ രാത്രി വരെയും പ്രവർത്തിക്കുക? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതന്നെ ജോലി. രാത്രി ആയാലും ഇത് തന്നെയാണ്. അപ്പൊ ഇനിയുള്ള 3-4 ദിവസമായിരിക്കും ഏറ്റവും? 3 ദിവസം അങ്ങനെയാലും വെളുപ്പിനെ ഒരു 3 മണിവരെയൊക്കെ ചെയ്യേണ്ടി വരും. 1000 കിലോ. 1000 കിലോ. അപ്പോൾ അത്തരത്തിലാണ് വിശേഷങ്ങൾ.
ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ വിഭവങ്ങൾ ഉപ്പേരി ശർക്കര വരട്ടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുക കൂടി ചെയ്യുന്ന മനോഹരമായ കാഴ്ച കാണേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ വിപണിയും പൊടി പൊടിക്കുകയാണ് തിരുവോണത്തെ വരവേൽക്കാൻ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഓണസദ്യ കൈകൊണ്ട് വാരി തിന്നാൻ പറ്റാത്ത വിദ്യാർത്ഥിക്ക് അമ്മയുടെ വാത്സല്യത്തോടെ ചോറ് വാരി നൽകി ടീച്ചർ. കരുനാഗപ്പള്ളി ക്ലാപ്പന SVHSSലെ ഹിന്ദു ടീച്ചറിന്റെ മാതൃവാത്സല്യം. ഓണക്കാലത്തും പ്രളയത്തിന് ദുരിതത്തിലാണ് പത്തനംതിട്ട വ്യാപാരികൾ. ലക്ഷങ്ങളുടെ നഷ്ടമാണ് പലർക്കും ഉണ്ടായത്. പലിശയ്ക്ക് കടം വാങ്ങിയാണ് പലരും കച്ചവട സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നത്. സർക്കാരിന്റെ സഹായങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പ്രളയത്തിൽ വലിയ നഷ്ടമാണ് ആറന്മുളയിലെ വ്യാപാരികൾക്കുണ്ടായത്. കച്ചവടക്കാർക്ക് വലിയ നഷ്ടമുണ്ടായി. എന്തായാലും ഓണക്കാലമായതോടെ അത് വീണ്ടും ആ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. നഷ്ടപരിഹാരങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. അവർ നമ്മോടൊപ്പം ഈ കച്ചവടക്കാർ തന്നെ ചേരുകയാണ്. അങ്ങനെ ഈ എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനകത്തുള്ള എല്ലാ സംഗതികളും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് എല്ലാം രണ്ട് സൈഡ് ഒഴുകും. വൺ സൈഡ് ഇങ്ങോട്ട് ഒഴുകി റിട്ടേൺ ഇറങ്ങി പോകുമ്പോൾ അതുപോലുള്ള അതിലും ശക്തമായ ഒഴുക്ക് തിരിച്ചു വന്നു. കാരണം ലോഡ് ലെവലായി വെള്ളം കഴിഞ്ഞിട്ട് തിരിച്ചൊരു പോക്കാതെ അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ഈ ഭാഗം മൊത്തം ഒഴി ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് നിന്ന് പോയി. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം ഇതിന് ഞാൻ ഒന്നേന്ന് റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് പലയിടത്തു നിന്നും പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഈ രീതിയിലേക്ക് ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പരമാവധി നമ്മൾ ഓണക്കച്ചവടം പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരു കാരണവശാലും സാധനങ്ങൾക്ക് വില കൂട്ടി വയ്ക്കാൻ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ ജനങ്ങൾ നല്ലോണം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സഹകരണം ഇപ്പം തുടർന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ശേഷം നല്ല രീതിയിലായിട്ടുണ്ട്. എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്? ഇതിപ്പോൾ എല്ലാവരുടെയും ഒരു 4.5 ലക്ഷം രൂപയ്ക്ക് മേലെ എനിക്ക് ഇതിനകത്ത് തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. ഇൻവേർട്ടർ, ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് മുങ്ങിപ്പോയി. അങ്ങനെ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥർ വന്ന് കണക്കൊക്കെ എടുത്തിട്ട് പോയോ? ഉദ്യോഗസ്ഥർ ഇവിടെ നേരിട്ട് വന്നിട്ടില്ല, വരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ ഇപ്പം ഓണത്തിരക്കായുണ്ടായിരിക്കും അവർ. അത് തന്നെയല്ല, ആദ്യം ഒരു വീടിന്റെ ആണെന്ന് പറഞ്ഞു, കൃഷി വീടൊക്കെ കഴിഞ്ഞിട്ടാണ് കടകളുടെ എന്ന് പറഞ്ഞു. അത് ആ ലെവലിൽ നിൽക്കുന്നുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നല്ല പ്രതിസന്ധിയായി. ഇപ്പൊ ഞാൻ പറഞ്ഞ കടമെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇനിയെന്ന് വെച്ചാൽ ഈ ഓണക്കച്ചവടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പൊ ഇതുവരെയും നമ്മൾ ഓർഡർ കൊടുത്തതനുസരിച്ച് വെളിയിൽ ഓർഡർ വെച്ച് നമ്മൾ നേരിട്ട് സാധനം ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ കാണുന്ന വളരെ കുറച്ച് സാധനം വന്നിട്ടുള്ളൂ. ഈ കൂടുതൽ നഷ്ടം ബിനുവിനാ ഉണ്ടായതല്ലേ? ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്ന ആറന്മുളയിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത് എൻ്റെ ഈ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റെസ്റ്റോറൻറ്റ്, ഇവിടാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ വെള്ളം കയറി വന്നതും നാശനഷ്ടങ്ങൾക്ക് കൂടുതൽ ഇതായിപ്പോയി. സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, അതായത് ഇവിടെ ഒരടി ഹൈറ്റ് വെള്ളം വിചാരിക്കുമ്പോഴത്തേക്ക് എന്നോളം ഹൈറ്റ് ഈ കട ഇത്ര ഇടം ഫുള്ളായിട്ട് സാധനങ്ങൾ മൊത്തം ഒഴുകിപ്പോയി എന്നുള്ള. എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായ ഒഴുക്കായിരുന്നു രണ്ട് സൈഡിലൂടെ. അതാണ് എന്തായാലും പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും അവർ ആ കടമെല്ലാം മായ്ച്ചാണ് വീണ്ടും കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആറന്മുളയിലെ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയാണ് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കേരള പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസിൽ ഓണാഘോഷം. പൂക്കളവും ഓണസദ്യയും ഒരുക്കി ജീവനക്കാർ. പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസിൽ വിപുലമായ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. പോസ്റ്റൽ അക്കൗണ്ടൻസ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത്. ഇന്ന് ഓഫീസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പോസ്റ്റൽ അക്കൗണ്ട്സ് ഡയറക്ടർ ശ്രീ സംഗീത് കുമാർ ദീപം കൊളുത്തി ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ജീവനക്കാർ ചേർന്നൊരുക്കിയ മനോഹരമായ പൂക്കളം ഏറെ ആകർഷകമായി. ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ ജീവനക്കാർ അണിനിരന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരമ്പരാഗത തനിമയാർന്ന തിരുവാതിരക്കളി, ആവേശമുണർത്തിയ ഗ്രൂപ്പ് ഡാൻസ്, മനോഹരമായ ഓണപ്പാട്ടുകൾ എന്നിവ അവതരിപ്പിച്ചു. തുടർന്ന് ജീവനക്കാർ ഒത്തൊരുമിച്ച് പങ്കെടുത്ത വിഭവസമൃദ്ധമായ ഓണസദ്യ ആഘോഷങ്ങൾക്ക് മാറ്റും. ഉത്രാടം ദിന പ്രത്യേക പരിപാടികൾ.
രാവിലെ 6 മണിക്ക് നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളുമായി കണ്ണൂരിലെ അധീന നാടക നാട്ടറിവ് സംഘം അരങ്ങ് തകർക്കുന്ന നാട്ടുപാട്ട്. രാവിലെ 8 മണിക്ക് മലയാളിയുടെ പ്രിയപ്പെട്ട യുവതാരം ഷറഫുദ്ദീൻ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി എത്തുന്നു. ലൈവാണ് ഷറഫ്. രാവിലെ 8:30 അനന്തപുരിക്ക് അടിത്തറ പാകിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ചരിത്രവും വർത്തമാനവും പറയുന്ന പാദമുദ്രകൾ. രാവിലെ 9:30 തെക്കിന്റെ ശീലുകളുമായി തിരുവനന്തപുരം കൗരവർ നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന തെക്കൻ പാട്ട്. രാവിലെ 11:30 കണ്ടാലും കണ്ടാലും മതിവരാത്ത ആനയെ അടുത്തറിയാൻ ഈ ഓണക്കാലത്ത് കൊല്ലം കാവേരി എലിഫന്റ് പാർക്കിലേക്ക് കുട്ടിക്കൂട്ടം നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ. ആ ആന ഓ ഓണം. ഉച്ചയ്ക്ക് 12 മണിക്ക് കളിയും ചിരിയുമായി മലയാളിയുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എത്തുന്ന രസകരമായ നിമിഷങ്ങളുമായി സോഷ്യൽ ഓണം. ഉച്ചയ്ക്ക് 12:30 രുചിക്കൂട്ടുകൾ തേടിയുള്ള സഞ്ചാരത്തിന്റെയും മലയാളിയുടെ സ്വന്തം രുചികളുടെയും കഥ വിളമ്പുന്ന രാജ് കലേഷ് അതിഥിയാകുന്ന ഓണരുചി വിത്ത് രാജ് കലേഷ്. ഉച്ചയ്ക്ക് 1:30 കൈകൊട്ടിക്കളിയും തിരുവാതിരയുമൊക്കെയായി തലസ്ഥാനത്തെ വനിതാ കൂട്ടായ്മ കാഴ്ചവെക്കുന്ന ഓണത്തിരുവാതിര. ഉച്ചയ്ക്ക് 2 മണിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആർജെയുമായ ജോസഫ് അന്നക്കുട്ടി ജോസുമായി അല്പനേരം. ജോറാണ് ജോസഫ്. വൈകിട്ട് 3:30 പാട്ടിന്റെ പിന്നിട്ട വഴികളും ജീവിതവും പറഞ്ഞും പാടിയും ഗായകൻ അലോഷി എത്തുന്നു. അലോഹ്യമില്ലാതെ അലോഷി. വൈകിട്ട് 4 മണിക്ക് ചുരുക്കം ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ സുദേവ് നായർ സംസാരിക്കുന്നു. സുദേവിന്റെ ലോകം. വൈകിട്ട് 5:30 കേരളം ഏറ്റെടുത്ത ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ അമരക്കാരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തൂഫാൻ ഓണം. വൈകുന്നേരം 6:30 പ്രേക്ഷകരുടെ പ്രിയ നടൻ കലർപ്പില്ലാത്ത ചിരിയും കരളുലയ്ക്കുന്ന ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഉണ്ണിരാജ്. സംതൃപ്തനായ ഉണ്ണി. രാത്രി 7 മണിക്ക് അപൂർവ നെൽവിത്തുകളുടെ കാവൽക്കാരൻ രാജ്യത്തിന്റെ ആദരം നേടിയ ചെറുവയൽ രാമൻ മനസ്സു തുറക്കുന്ന പരിപാടി നെല്ലച്ചന്റെ നല്ലോണം. രാത്രി 8:30 ടെലിവിഷൻ സംവാദങ്ങളിലെ താരങ്ങളായ ശ്രീജിത്ത് പണിക്കരും രാഹുൽ ഈശ്വറും ഒന്നിച്ചെത്തുന്ന പ്രത്യേക പരിപാടി നിരീക്ഷണത്തിലെ വിയോജിപ്പുകൾ. ന്യൂസ് 18 കേരളം ഓണമിങ്ങെത്തി. മൈ ജി ഫ്യൂച്ചർ പ്രസൻസ് ഉത്രാടദിന പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ. മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്നതിന് എതിരെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ. റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. DRM ഓഫീസിനകത്ത് കടന്ന പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. AR ക്യാമ്പിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത്. പ്രതികൾ സ്റ്റേഷനിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതും ജാമ്യവ്യവസ്ഥ ലംഘിച്ചതും അന്വേഷിച്ച് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഓൺലൈനിൽ സിനിമ റിവ്യൂ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് റിവ്യൂ ഇടണമെന്ന് സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ. അഭിപ്രായം പറയണമെന്ന സ്വാതന്ത്ര്യത്തെ ആരും നിഷേധിക്കുന്നില്ല. എന്നാൽ സിനിമ എന്ന കണ്ടന്റിനെ വെച്ച് നിങ്ങൾ റിവ്യൂ എന്നൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ അത് ഡെറിവേറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നിർമ്മാതാവിന് കോപ്പിറൈറ്റ് അവകാശം ഉണ്ടാകണമെന്ന് B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ. സോഷ്യൽ മീഡിയ റിവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം
കണക്കിലെടുക്കേണ്ട ഒരു വലിയ സംഭവം അതിനകത്തുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിനപത്രത്തിൽ ഒരു റിവ്യൂ എഴുതുന്നു, ഒരു വാരികയിൽ. ഇപ്പം കോഴിക്കോടൻ പണ്ട് റിവ്യൂ ചെയ്തു, പ്രശസ്തമായ റിവ്യൂ ആണ്. മനോരമയിലോ മാതൃഭൂമിയിലോ ഒക്കെ നിങ്ങൾ റിവ്യൂ ചെയ്തു. നിങ്ങൾ ഒരാൾ വായിച്ചാലും 20 ലക്ഷം പേര് വായിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത് 1000 രൂപ അല്ലേ ആ റിവ്യൂവിന്? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എത്രയോ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് 750 രൂപ 500 രൂപയാണെന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. എത്ര പേര് വായിച്ചു? ഈ നിങ്ങളുടെ ലേഖനം 25,000 പേര് വായിച്ചു എന്നുള്ളത് ബാധകമല്ല അല്ലേ? ഇപ്പം ഓൺലൈൻ ജേർണൽസ് ഉണ്ട്, അവിടെ നമ്മൾ എഴുതാറുണ്ട്. ട്രൂ കോപ്പി തിങ്കിലൊക്കെ ഞാൻ എഴുതാറുണ്ട്. അത് എത്ര മില്യൺ ആളുകൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രപ്പോർഷനേറ്റായിട്ട് എനിക്കൊരു ബെനിഫിറ്റ് ഇല്ല. റിവ്യൂവർ ഒരു ക്രിട്ടിക്കിനില്ല, ഉണ്ടായിരുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ? വ്യൂവേഴ്സ് അനുസരിച്ച് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാണ്. അപ്പോൾ മോണിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൈമറി കണ്ടന്റ് ആരുടെയാണ്? അൾട്ടിമേറ്റ്ലി ഇത് സിനിമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതൊരു ഡെറിവേറ്റീവ് കണ്ടന്റാണ്. അതെ അല്ലേ? ഒരു ഡെറിവേറ്റീവ് കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ ഈ കണ്ടന്റിൻ്റെ കോപ്പിറൈറ്റ് ഹോൾഡറുടെ അനുവാദം വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് കോപ്പിറൈറ്റ് നിയമമാണ് ചോദിക്കുന്നത്. A platform like YouTube or Facebook is paying you for what? For a secondary content which is dependent on a primary content. A primary. കണ്ണൂർ കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കീച്ചേരിക്കുന്നിലെത്തിയപ്പോൾ ബസ് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ കണ്ണൂർ പാപ്പിനിശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ 2 പേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂർ പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 മരണം. തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിലാണ് അപകടം. നിർത്തിയിട്ട ലോറിയിലേക്ക് ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ തകരാർ പരിഹരിച്ചു കൊണ്ടുവന്ന മെക്കാനിക്കും സഹായിയുമാണ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ ഓട്ടോയും സൂപ്പർ ബൈക്കും കൂട്ടിയിടിച്ച് ഒരു യുവാവ് മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന മരിയനാട് ആറാട്ടുമുക്ക് സ്വദേശി ഷോണാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് പറ്റി. പുലർച്ചെ 4:30 ദേശീയപാതയിലെ പുത്തൻതോപ്പ് അണക്കപ്പിള്ള ജംഗ്ഷനിൽ ആയിരുന്നു അപകടം. തുമ്പ ഭാഗത്തേക്ക് വന്ന ബൈക്കും പെരുമാതുറ ഭാഗത്തേക്ക് പോയ ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത്. അടിമാലി പണിക്കൻകുടി നെടുങ്കണ്ടം റോഡിൽ വാഹനാപകടം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചരക്ക് ലോറിയാണ് മുനിയറയ്ക്കും തിങ്കൾക്കാടിനുമിടയിൽ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം തെറ്റിയ ചരക്ക് ലോറി റോഡിന് വെളിയിലേക്ക് തെന്നിമാറിയെങ്കിലും മരത്തിൽ തടഞ്ഞു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മേഖലയിൽ എല്ലാ ദിവസവും തന്നെ വണ്ടി അപകടങ്ങൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ വളവ് ഒരു 3 വളവുകളുണ്ട്. ഈ വളവിലേക്ക് അറിയാൻ മേലാത്ത ആര് കയറി വന്നാലും വണ്ടി കൊണ്ട് വന്നാലും ഇവിടെ വലിമുട്ടി നിൽക്കുകയും ആ വണ്ടി പുറകോട്ട് പിന്നെയും വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന വണ്ടികൾ പലപ്പോഴും ഇവിടെ അപകടം അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. ഇവിടെയുള്ള ഡിവൈഡർ വെച്ചിരിക്കുന്നതെല്ലാം ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വാഹനങ്ങൾ. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് വർഷത്തിൽ 3 സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുന്ന അടക്കമുള്ള പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വിജയ്. അടുത്ത വർഷം പൊങ്കൽ മുതൽ പദ്ധതി നടപ്പിലാക്കും. അന്നപൂരണി സൂപ്പർ 6 എന്ന പദ്ധതി 1,30,00,000 കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകും. പ്രതിവർഷം 4,000 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഗുണഭോക്താക്കൾ 3 സിലിണ്ടറുകൾ വാങ്ങിയ ശേഷം അവയുടെ വില നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി.
ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് സൗജന്യ ബസ് യാത്രയും വിജയ് പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര കൂടുതൽ സർവീസുകളിലേക്ക് വിപുലീകരിച്ചു. എക്സ്പ്രസ്, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഡീലക്സ് സർവീസുകളിലും അന്തർജില്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് ഇനി യാത്ര സൗജന്യമാണ്. தமிழ்நாட்டின் எந்த பகுதியிலும் வசிக்கும் ஒரு மகளிரும் போக்குவரத்து கட்டணத்தால் தமது வாய்ப்புகளை இழக்கக்கூடாது என்ற சமூக நீதி சிந்தனையை இவ்வரசு முதன்மையாக கொண்டுள்ளது. இதனை கருத்தில் கொண்டு மகளிர் கட்டணமில்லா பயண திட்டத்தை விரிவுபடுத்தி பெருமளவில் பயனளித்திடும் விதமாக வெற்றி பயணம் என்ற பெயரில் தேசத்தந்தை மகாத்மா காந்தியடிகளின் பிறந்த நாளான அக்டோபர் 2ஆம் தேதி முதல் செயல்படுத்த அரசு முடிவு செய்துள்ளது என்பதை இந்த மாமன்றத்தில் மகிழ்ச்சியுடன் அறிவிக்கிறேன். அதன்படி முதல் கட்டமாக மாநகரம், நகரங்களில் சாதாரண பேருந்துகள் மட்டுமின்றி மாநகரம், நகர்ப்பகுதிகளில் இயங்கும் எக்ஸ்பிரஸ், எல்எஸ்எஸ், டீலக்ஸ் அரசு பேருந்துகளிலும் மகளிர் கட்டணமில்லா பயணங்கள் மேற்கொள்ளலாம். മഹാരാഷ്ട്രയിലെ സർക്കാർ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. അമരാവതിയിൽ പുലർച്ചെ 3:30-ക്കാണ് അപകടം. ഗുരുതരാവസ്ഥയിലായ 6 നവജാത ശിശുക്കളെ ചികിത്സയ്ക്കായി അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. വെന്റിലേറ്റർ പൊട്ടിത്തെറിക്കുകയും തീ പടരുകയുമായിരുന്നു. പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത്. 39 കുഞ്ഞുങ്ങൾ ഈ സമയം സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലുണ്ടായിരുന്നു. തീപിടുത്തമുണ്ടായ ഉടൻ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും വാർഡിലേക്ക് ഓടിയെത്തി കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇനി തലശ്ശേരിയിൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 15,030, പവന് 1,20,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,350, പവന് 98,800. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇനി തലശ്ശേരിയിൽ. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.